എടി നീ അറിഞ്ഞോ, നമ്മുടെ 8B പഠിക്കുന്ന കൊച്ചു സാബു ഇല്ലേ, അവനെ നമ്മുടെ ബിനുവിന് പ്രേമലേഖനം കൊടുത്തന്നടേ. ആ, അതേപ്പറ്റി എന്നിട്ട് ആരോടെങ്കിലും പറഞ്ഞാലേ അവൻ ഗുണ്ടലിട്ട് തപ്പിക്കൂന്ന് പറഞ്ഞടേ. ഓ, എനിക്ക് പേടിയാവും. നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, ഇതിനാണോ നീ കരയുന്നേ? കരയൊന്നും വേണ്ട. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ 8ാം ക്ലാസ്സിലെ റോണിയില്ലേ, അവനോട് പറഞ്ഞാൽ അവൻ ഇവിടുത്തെ വലിയ പുലിയാ. അവൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അയ്യോ, എടി, നീ ഹോംവർക്ക് ചെയ്തോ? ഇന്ന് നമ്മുടെ പരീക്ഷ പേപ്പർ കിട്ടില്ലേ? ഞാനൊന്നും ചെയ്തില്ല. നീ ചെയ്തോടി? ഞാനേ നാളെ പനി വരുന്ന കാരണം ഇന്നേ റെസ്റ്റ് എടുത്തിരിക്കുക. നോക്ക്. സൈലൻസ്. സൈലൻസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് മര്യാദക്ക് പറയാമെങ്കിൽ പറഞ്ഞാ മതി, അല്ലെങ്കിൽ പറയണ്ട. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇതിലും ഭേദം ആദ്യത്തെ ഗുഡ് മോർണിംഗ് ആയിരുന്നു. അവിടെ ഇരിക്കു പിള്ളേരെ, കുറെ കുരുത്തം കെട്ട പിള്ളേരുണ്ട്. ടീച്ചറെ ഇന്ന് പരീക്ഷാ പേപ്പർ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, ഉള്ളത് ഇന്ന് പരീക്ഷാ പേപ്പർ തരണല്ലോ. ടീച്ചറെ എനിക്ക് എന്തോ തല കറക്കം പോലെ. ആ, തല കറങ്ങും. അവിടെ പിടിച്ചു നിന്നോ. ടീച്ചറെ, നമുക്ക് നാളെ പരീക്ഷ പേപ്പർ കൊടുത്താലോ? എന്നാ ശരി, ആദ്യം നിന്റെ പേപ്പർ തന്നെ. അയ്യോ, ആദ്യം തരാൻ പോവാണോ? എന്നാ വേണ്ട, ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് കറക്കം കുറഞ്ഞു. അല്ല, വാങ്ങിച്ചിട്ട് പോ. അല്ല ടീച്ചറെ, ചെറുതായിട്ട് മാറ്റമുണ്ട്. എന്നാ പോയി ഇരി. രാവിലെ ഓരോ നമ്പറുമായിട്ട് ഇറങ്ങിക്കോളും. സൈലൻസ്. ആദ്യം അനി വാ ഇങ്ങോട്ട്. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 50-ൽ 5. ഇതെന്താടി ഇത്? ഒരു പേപ്പറും ഒരു ടാഗും. എല്ലാരും പേപ്പറും ടാഗും ഒക്കെ വെക്കുന്ന കണ്ടപ്പോ എനിക്കും ഒരു ആഗ്രഹം ടീച്ചറെ, അങ്ങനെ വെച്ചതാ. ഞാൻ അവളോട് ഹാർട്ട് വരയ്ക്കാനായിട്ട് പറഞ്ഞതാ. നോക്ക്, അവള് ഹാർട്ടിൽ അമ്പിട്ട് വെച്ചിരിക്കുക. ടീച്ചറെ, ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജയൻചേട്ടനാണല്ലേ ഹാർട്ടിൽ അമ്പ് വരച്ച് എന്നും എനിക്ക് കൊടുക്കാറുണ്ട് ടീച്ചറെ. അയ്യടാ, പോയിരിക്കെ. അനിവാ. അതെ ടീച്ചറെ, എന്നും സ്കൂള് വിട്ട് പോകുമ്പോഴേ ഇതുപോലൊരെണ്ണം എനിക്ക് എന്നും ചേട്ടൻ വരച്ചു തരാറുണ്ട്. ഇത്രേ ഇരിപ്പുണ്ട് എനിക്ക് വീട്ടില്. ഇപ്പൊ 5-ൽ എത്രാം തവണയാ? 1 2 വട്ടം. ഇനിയും 2ഉം കൂടി അമ്പ് പഠിച്ചോണ്ടിരുന്നോ? ഇനി വർഷങ്ങളുണ്ട്. അടുത്തത് ബെൻസിവാ. സൂപ്പറാ. 53. കടൽ പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം? വായിക്കടി, വായിക്ക്. ആൻസർ പേപ്പറെ നോക്കി വായിക്ക്. നക്കി നോക്കിയാൽ മതി, ഉപ്പുണ്ടെങ്കിൽ അത് കടൽ പാമ്പ്. നക്കി നോക്കിയാ മതി, ഉപ്പുണ്ടെങ്കിൽ അത് കടൽ പാമ്പ്. എന്തിനാടി, പോയിരിക്കെ. ഞാൻ ഇതാണോ നിന്നെ പഠിപ്പിച്ചത്? സിൽവി വാ. ടീച്ചറെ 50-47. നല്ല കുട്ടി, നല്ല മാർക്ക്. ടീച്ചറെ, എനിക്ക് 3 മാർക്ക്. എന്റെ പൊന്നു മോളെ, ദഹന പ്രക്രിയ തെറ്റുപറ്റിപ്പോയതാ. സാരയില്ല ടീച്ചറെ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചാ മതി. ടീച്ചറെ, എനിക്കറിയാം ദഹന പ്രക്രിയ എന്താണെന്ന്. ആണോ? എന്നാ പറ. വലത്തെ കൈ കൊണ്ട് തുടങ്ങി ഇടത്തെ കൈയിൽ അവസാനിക്കുന്ന പ്രക്രിയയാണ് ദഹന പ്രക്രിയ. വലത്തെ കൈ കൊണ്ട് തുടങ്ങി ഇടത്തെ കയ്യിൽ അവസാനിക്കുന്ന പ്രക്രിയയാണോ ദഹന പ്രക്രിയ? അങ്ങനെയാണോ ഞാൻ പഠിപ്പിച്ചേ? പൊന്നു മോക്ക് പേപ്പർ വേണ്ടേ? വേണം ടീച്ചറെ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? വളരെ എളുപ്പമായിരുന്നു ടീച്ചറെ. കൊറേ പേപ്പർ ഉണ്ടല്ലോ, 10-20 പേപ്പർ. കൈ നീട്ടി നേരെ പിടിക്ക്. അതെന്തിനാ ടീച്ചറെ? ഹാൻഡിൽ വിത്ത് കെയർ. എന്താ ടീച്ചറെ? തറ വീണ പൊട്ടും. മുട്ട 50 മുട്ട. ബിനുവാ.
മോളെ ബിനു വാ. ബയോളജി പേപ്പറെ മുഴുവൻ ഹിസ്റ്ററി എഴുതി വെച്ചിരിക്കുക. അയ്യോ ടീച്ചറെ, ബയോളജി ഹിസ്റ്ററി ഒരു ദിവസമായിരുന്നു. ഞാൻ 2ന്റെ ഉത്തരങ്ങൾ എഴുതി 2 പോക്കറ്റിലിട്ടതാ. വെപ്രാളത്തിനിടയിൽ എഴുതിയപ്പോ മാറിപ്പോയതാ ടീച്ചറെ. മിടുക്കി. ടീച്ചറെ എനിക്കൊരു ഉപകാരം ചെയ്യണേ. ഈ പേപ്പർ കൊണ്ടുപോയി ഹിസ്റ്ററി ടീച്ചറിന്റെ കൈ കൊടുത്തിട്ട് ഹിസ്റ്ററി ടീച്ചറിന്റെ കയ്യിൽ നിന്ന് എന്റെ ബയോളജിയുടെ പേപ്പർ മേടിക്കാവോ? എന്നാ പിന്നെ എനിക്ക് 50-ൽ 50 കിട്ടൂല ടീച്ചറെ. വാ, നീ എന്റെ കൂടെ വാ. എങ്ങോട്ടാ ടീച്ചറെ? പ്രിൻസിപ്പലിന്റെ റൂമില്. അയ്യോ ടീച്ചറെ, വേണ്ട ടീച്ചറെ. പ്രിൻസിപ്പളിന്റെ അടുത്ത് പോവണ്ട ടീച്ചറെ. ഒന്നെങ്കിൽ നീ സ്കൂളിന് വെളിയിൽ, അല്ലെങ്കിൽ ഞാന്. എനിക്ക് നിന്നെ പഠിപ്പിക്കണ്ട. വാ പെണ്ണേ. ഒരു നോട്ടീസ് ഉണ്ട്. FOCയുടെ ഓണം സെലിബ്രേഷൻ ഡാൻസ് കളിക്കുന്നവർക്ക് ഫൈനൽ പ്രാക്ടീസിനായി ഡാൻസ് മാസ്റ്റർ വരുന്നുണ്ട്. സൈലൻസ്. എല്ലാരും ബഹളം വെക്കാതെ ഡെസ്കും ബെഞ്ചും ഒന്ന് ഒതുക്കിയിട്. എല്ലാത്തിനെയും ഞാൻ അടുത്ത ക്ലാസ്സിൽ പിടിച്ചോളാം. എന്റെ കാവിലമ്മേ, ഈ വിശാലം എന്തേ കാണിക്കണേ? അയലക്കത്തെ സ്നേഹമൊന്നും കാണിക്കില്ലട്ടോ. ഒറ്റ പിച്ചു വെച്ചൊന്നല്ലോ. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്തത്ര പ്രയാസം. എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാത്തിനും പറ്റുന്നുണ്ട്. മുകളിലേക്ക് മാങ്ങ പറയും, താഴേക്ക് ചെളികുത്ത്. മാങ്ങ പറി ചെളികുത്ത്, മാങ്ങ പറി ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവൂ. സരസ്വന്ത ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്നത്. മാങ്ങ പറിക്കുമ്പോൾ നിന്റെ കെട്ടിയാൻ വരുമോ? എല്ലാവരും ചിരിച്ച മതി. ഇനി അടുത്ത സ്റ്റെപ്പ്. മാങ്ങ പറി ചെളികുത്ത്, പിന്നെ കടലിലെ വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ഹോയ് 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 ഹോയ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? അവിടെ പരിപാടി തുടങ്ങി. എല്ലാരും ഇവിടെ പോയും വിട്ടോണ്ടിരുന്നു. വേഗം ചേഞ്ച് ചെയ്ത് സ്റ്റേജിലേക്ക് ചെല്ല്. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണെ. കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമൊടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തൊട്ടൊരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണോരാൽ മരത്തിൻ ചുറ്റിലിരിക്കണ ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ, പൂവുകൾ കൊണ്ടുപോയോ. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല തന്നു ഓടി നടന്നൊരു പെണ്ണെ. കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട്
പാട്ടിന്റെ പാട്ടിന്റെ താളത്തിലുള്ളടി ആലോലം കിളിത്തില്ലാതാ. Hello.